പീരിയഡ്സ് റെഗുലർ ആണെന്നുണ്ടെങ്കിൽ തൈറോയിഡൈറ്റിസ് കുറയണം. സ്കിന്ന് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ തൈറോയിഡൈറ്റിസ് കുറയണം. മുടി വീഴ്ചൽ കുറയണമെന്നുണ്ടെങ്കിൽ തൈറോയിഡൈറ്റിസ് കുറയണം. അയനും വിറ്റമിൻ ഡി ആണ് സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഉള്ളത് B12. ഈസ്ട്രോജൻ തന്നെ കൂടിയാൽ ക്യാൻസർ വരെ ഉണ്ടാവും. ഈസ്ട്രോജൻ തന്നെ കൂടിയാൽ മുഴകളും തടിപ്പും സിസ്റ്റം എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകണം. പറയുമ്പോൾ എളുപ്പമാണ് യൂട്രസ് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞത്. പക്ഷേ ഈ യൂട്രസ് എടുത്ത് കളഞ്ഞതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് കിടന്ന് ആവിയായി. യൂട്രസ് റിമൂവ് ചെയ്ത് കുറച്ച് നാൾ കൊണ്ട് തന്നെ ഷുഗർ വരും. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ വന്ധ്യത കൂടുന്നത്? ഇത് തൈറോയിഡൈറ്റിസുമായിട്ട് നല്ല ബന്ധമുണ്ട്. തൈറോയിഡിലെ നീർക്കെട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതാണ് യൂട്രസിന്റെ ഹെൽത്തിനെ നോക്കുന്നത്. മനസ്സമാധാനമില്ല, ടെൻഷനാണ്, ആങ്സൈറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് അത് തൈറോയിഡിനെ ബാധിക്കും, ഓവറിയം ബാധിക്കും, എൻഡോമെട്രിയോസിസ് പ്രശ്നമായിരിക്കും, ബ്ലീഡിംഗ് ആയിരിക്കും. ഈ ആങ്സൈറ്റിയും ടെൻഷനും കാര്യങ്ങൾ തന്നെയാണ് കൂടുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം. ഇവിടെ എവിടെയാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ട്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്, ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ഉറക്കമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചില സ്ത്രീകള് സെക്സ് ചെയ്യുമ്പോൾ ഈ വെജൈനൽ ഫാട്ട് സംഭവിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ സ്ത്രീകളിൽ ഈസ്ട്രജനേക്കാളും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടുതലാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, ഈസ്ട്രോജൻ ടെസ്റ്റോസ്റ്ററോൺ എല്ലാ സ്ത്രീകളിലും ഉണ്ട്. ഇത് രണ്ടും ഹോർമോൺസ് തന്നെയാണ്. അതിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിരിക്കും. ഈസ്ട്രോജൻ കുറച്ച് കൂടുതലാണ് സ്ത്രീകളിൽ, ടെസ്റ്റോസ്റ്ററോൺ കുറച്ച് കുറവാണ്, പക്ഷെ ഉണ്ട്. കാരണം പല കാര്യങ്ങൾക്കും ഈ ടെസ്റ്റോസ്റ്ററോൺ ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ഓവറീസിൽ നിന്നും എഡ്രിനൽ ഗ്ലാൻഡ്സിൽ നിന്നൊക്കെയാണ് ഈ ടെസ്റ്റോസ്റ്ററോൺ റിലീസ് ആണ് സ്ത്രീകളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വേരിയേഷനാണ് നമ്മളുടെ പല ശാരീരികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത്. ചില ഫുൾ ബോഡി രോമ വളർച്ച കാണാം സ്ത്രീകളിൽ, സൗണ്ട് കുറച്ചുകൂടെ ബോൾഡായിരിക്കും, അതേപോലെ തന്നെ ഫേഷ്യൽ ഹെയർസ് കാണാം. ഒരു ഒരു പുരുഷ ഒരു സ്വാധീനമുള്ള ഒരു സംഭവം പോലെ, അതായത് ബിഹേവിയർ അങ്ങനെ ആയിരിക്കും. അവരുടെ എന്താ പറയുക, ഫ്രണ്ട്സ് വരെ ചിലപ്പം പുരുഷന്മാരാണ്, അവർക്ക് അവരുടെ കൂടെ ഡീൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. അങ്ങനെ അതെല്ലാം ഹോർമോണൽ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്തെ വേരിയേഷനാണ് ശരിക്കും പറഞ്ഞാൽ സ്വഭാവം ചേഞ്ചസ്. ചില ആളുകൾക്ക് സ്ത്രീയായിട്ട് ജനിച്ചെങ്കിലും പുരുഷനായിട്ട് ജീവിക്കാനായിരിക്കും ചിലപ്പം താല്പര്യം വരുന്നത്. അപ്പോൾ അതിനകത്ത് ജീനിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഹോർമോണൽ കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം ഒരു ബാലൻസിൽ പോയാൽ കറക്റ്റ്. അല്ലാതെ രണ്ടും ഉണ്ടെന്ന് രണ്ടും ഉണ്ട്, പക്ഷേ അത് ചില സമയങ്ങളിൽ ചിലത് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. ഈസ്ട്രോജൻ തന്നെ കൂടിയാൽ ക്യാൻസർ വരെ ഉണ്ടാവും. ഈസ്ട്രോജൻ തന്നെ കൂടിയാൽ മുഴകളും തടിപ്പും സിസ്റ്റം എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകണം. ആ ബാലൻസിങ്ങിലാണ് കാര്യമുള്ളത്. അത് ശരിക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ്, സ്ട്രെസ് ലെവൽ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാലൻസിങ് എന്ന് പറയുന്നത്. ഉറക്കം കുറഞ്ഞോ, ടെൻഷൻ കൂടിയോ, ഡെഫിഷ്യൻസി വന്നോ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വന്നോ, ഇതിലൊക്കെയാണ് ഇത് വേരിയേഷൻ വരുന്നത്. വേരിയേഷൻ വന്നാൽ പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒരു പരിധി കൂടുതൽ ചേഞ്ച് വരത്തില്ല. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് ആണ് എന്ന് പറയപ്പെടുന്നു. എന്താണ് എൻഡോമെട്രിയോസിസ്? എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിനുള്ളിലുള്ള ഒരു ലെയറാണ്, ഏരിയയാണ്. അവിടെ ഇൻഫ്ലമേഷൻ വരുന്നു, അവിടെ പിന്നെ തടിപ്പ് കൂടുന്നു, ബ്ലീഡിങ് വരുന്നു, പിന്നെ അടിവയറ്റിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസമാണ്. അതിപ്പം വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അതിലും ഹോർമോണൽ പ്രശ്നമാണ് മെയിനായിട്ടും വരുന്നത്. പക്ഷേ ഇതിനകത്തൊരു 60% റോൾ ഉള്ളത് തൈറോയ്ഡ് ഗ്ലാൻഡിനാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഇവിടെ ബ്ലീഡിങ് പ്രശ്നം ഉണ്ടാകും. അതേപോലെ തന്നെ ഹോർമോണൽ പ്രശ്നമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. അതിനകത്ത് ഈസ്ട്രോജൻ്റെ വേരിയേഷൻ ആയിക്കോട്ടെ, ഇൻസുലിൻ ലെവൽ മാറുന്നതനുസരിച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ ഒരു കണ്ടീഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് പോയില്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ പിന്നെ നമുക്കത് ഹിസ്റ്ററെക്ടമി ചെയ്യണം, യൂട്രസ് റിമൂവ് ചെയ്യണം, അങ്ങനത്തെ രീതിയിലേക്ക് വരും. പറയുമ്പോൾ എളുപ്പമാണ് യൂട്രസ് എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞത്. പക്ഷേ ഈ യൂട്രസ് എടുത്ത് കളഞ്ഞതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുമ്പം ഇവിടെ നമുക്ക് കിടന്ന് ആവിയായിരിക്കും, ചൂടായിരിക്കും, വേർത്ത് കുളിക്കും. അതേപോലെ തന്നെ ഇറിറ്റേഷൻസും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ശരീരമൊക്കെ പിടിച്ച് ഭയങ്കര ചൂടായിരിക്കും. അങ്ങനത്തെ ലേഡീസിൽ ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കുറച്ച് നാൾ കൊണ്ട് തന്നെ ഷുഗർ വരും. കാരണം അത്രയും നാളും പ്രൊട്ടക്ട് ചെയ്തിരുന്ന ഓർഗനാണ്, അതിനെ നമ്മൾ എടുത്തു കളഞ്ഞു. അപ്പം നെക്സ്റ്റ് ഡാമേജ് വരുന്ന ആ ഒരു രീതിയിലാണ്. അപ്പം എപ്പോഴും ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്, പ്രത്യേകിച്ചും ഷുഗർ കണ്ടൻറ്റ്. പാക്ഡ് ഐറ്റംസ്, പ്രോസസ്ഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ഷുഗർ ഐറ്റംസ്, ഈ അളവ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ലെവലാണ്. നമ്മൾ എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും, എത്ര വലിയ പേരും പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾക്ക് മനസ്സമാധാനമില്ല,
ടെൻഷനാണ്, ആങ്സൈറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് അത് തൈറോയിഡിനെ ബാധിക്കും, ഓവറിയം ബാധിക്കും, എൻഡോമെട്രിയോസിസ് പ്രശ്നമായിരിക്കും, ബ്ലീഡിങ് ആയിരിക്കും, സ്കിന്നിനെ ബാധിക്കും, എല്ലാ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് തുടങ്ങും. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ലൈഫിനകത്ത് നമ്മളിങ്ങനെ കൂട്ടിയും കുണിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആ പെർസെൻറ്റേജ് ഏതാ കൂടുതലെന്ന് അറിയണം. ഈ ആങ്സൈറ്റിയും ടെൻഷനും കാര്യങ്ങളും തന്നെയാണ് കൂടുന്നതെങ്കിൽ പല കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കണം, അവിടെ എവിടെയാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ അവസാനത്തെ ഡാമേജ് കൂടി കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ നമ്മൾ ഫുൾ ടൈം ആശുപത്രി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ സ്ട്രെസ്സുമായിട്ട് ബന്ധമുണ്ട്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്, ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ഉറക്കമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം ഹോർമോൺസിനെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ക്ലിയർ ആക്കി കൊണ്ടുപോകണം. അത് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലേ അതിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അല്ല നേരെ പോയിട്ട് ഒരു മരുന്ന് എടുത്താൽ ശരിയാവുമെന്ന് പറഞ്ഞാൽ ആവത്തില്ല. അതിങ്ങനെ നമ്മളെടുത്ത് ഓടിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50+ ഫെർട്ടിലിറ്റി ക്ലിനിക്സ് ഉണ്ട്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഫെർട്ടിലിറ്റി ക്ലിനിക്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുതലാണ്. പുരുഷന്മാരിൽ വന്ധ്യതയുണ്ട്, പക്ഷേ നമ്മൾ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളിൽ ആ ഒരു വന്ധ്യതയുടെ റേഞ്ച് കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ വന്ധ്യത കൂടുന്നത്? ശരിക്കും ഹോർമോണൽ ഇംബാലൻസ് ആണ്. എന്നാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ IVF ചെയ്തു എന്ന് വെച്ചോ, IVF ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗർഭപാത്രത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഗർഭപാത്രത്തിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല. ചിലപ്പോൾ അതൊരു സ്കാനിങ്ങിലോ ബ്ലഡ് ടെസ്റ്റിലോ ഒന്നും കിട്ടത്തില്ല. നമ്മളിതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ IVF ചെയ്യുന്നു, ലക്ഷങ്ങൾ മുടക്കി IVF ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നു ആയില്ല എന്നുള്ള രീതി പറയുന്നു. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ 5-8 തവണ ചെയ്യുന്നവരുണ്ട്. 1-2 തവണ ചെയ്യുമ്പോഴേ ആലോചിക്കണം. പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞതെന്നല്ല, ഇത് തൈറോയിഡൈറ്റിസുമായിട്ട് നല്ല ബന്ധമുണ്ട്. തൈറോയിഡിലെ നീർക്കെട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതാണ് യൂട്രസിൻ്റെ ഹെൽത്തിനെ നോക്കുന്നത്. ഇവിടെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡിന് നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ തൈറോയിഡ് ഇൻഫ്ലമേഷൻ ട്രീറ്റ് ചെയ്യുമ്പം ബ്ലീഡിങ് കുറയാറുണ്ട്. അപ്പം പല ആൾക്കാർക്കും യൂട്രസിലെ മുഴയുണ്ട്, പലർക്കും ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ബ്ലീഡിങ് ഇല്ല. എത്ര വലിയ സൈസ് ആണെങ്കിൽ ബ്ലീഡിങ് ഇല്ല. ചില ആളുകൾക്ക് ചെറിയ യൂട്രസ് മുഴയായിരിക്കും, ബ്ലീഡിങ് ഫുൾ ടൈം ആയിരിക്കും. അപ്പോൾ ഇവരുടെ നല്ല രീതിയിൽ തൈറോയിഡിന് ബന്ധമുണ്ട്. പക്ഷെ നോർമൽ T3, T4, TSH ഒക്കെ ചെക്ക് ചെയ്താൽ ഒന്നും കാണത്തില്ല. അപ്പോൾ തൈറോയിഡിന് ആൻറ്റിബോഡി, ആൻറ്റി-TG, ആൻറ്റി-TPO എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അയൺ കണ്ടന്റ് എത്ര ഉണ്ടെന്ന് നോക്കണം, വിറ്റമിൻ D എത്ര ഉണ്ടെന്ന് നോക്കണം. ഈ 4 ടെസ്റ്റിൽ തന്നെ ഈ കാര്യങ്ങൾ കിട്ടും. ഇത് നമ്മൾ മൊത്തം ടെസ്റ്റ് ചെയ്യുന്നത് AMH എത്ര ഉണ്ട്, FH എത്ര ഉണ്ട്, LH എത്ര ഉണ്ട്, ആ ഒരു ഈസ്ട്രോജൻ എത്ര ഉണ്ട്, അങ്ങനത്തെ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നോക്കുന്നത്. ഈ ഹോർമോണിന്റെ പ്രൊഡക്ഷൻസ് ഒക്കെ പലപ്പോഴും നോർമലായിരിക്കും. ഇത് നോർത്തോണ്ട് പോയിട്ട് IVF ചെയ്തു എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം ആ ഇന്റർണൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ അസിഡിറ്റി രീതികൾ ബാധിക്കും, സ്ട്രെസ് ലെവൽ ബാധിക്കും. തൈറോയ്ഡ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തൈറോയ്ഡ് പ്രശ്നങ്ങളാണ്. ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ എന്തിനാണ് ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ, പലപ്പോഴും പീരിയഡ്സ് റെഗുലർ ആണെന്നുണ്ടെങ്കിൽ തൈറോയിഡൈറ്റിസ് കുറയണം, സ്കിന്ന് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ തൈറോയിഡൈറ്റിസ് തുടങ്ങും, മുടി കൊഴിച്ചിൽ കുറയണമെന്നുണ്ടെങ്കിൽ തൈറോയിഡൈറ്റിസ് കുറയണം. തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് നീർക്കെട്ട്. അതിനെയാണ് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാനൊക്കെ ചെയ്ത് നോക്കണം. അതിനകത്ത് കിട്ടത്തുള്ളൂ, അല്ലാതെ നോർമൽ ടെസ്റ്റ് ചെയ്ത് ഒന്നും കിട്ടത്തില്ല. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ IVF ചെയ്യരുത്. ഇത് ശരിയാക്കിയിട്ടേ ഈ ട്രാക്കിലേക്ക് പോകാവുള്ളൂ, ഇല്ലെങ്കിൽ ചുമ്മാ ലക്ഷങ്ങളെ കളയാന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് സ്ട്രെസ് ലെവലും ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ രീതികൾ മാറുന്നതുകൊണ്ട് സ്ത്രീകളിലെ ആ പ്രോപ്പർ മെൻസ്ട്രുവേഷൻ്റെ കാര്യങ്ങൾ പ്രോപ്പറാണോ, ഡേയ്സ് പ്രോപ്പറാണോ, ബ്ലീഡിങ് പ്രോപ്പറാണോ, ആ സമയങ്ങളിലുള്ള പെയിനോ ബുദ്ധിമുട്ടുകളോ ഇറിറ്റേഷൻസോ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഹെൽത്തി ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ശരിയാക്കാതെ നമ്മൾ നേരെ പോയിട്ട് IVF എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലത്. ചുമ്മാ കുറേ കാശ് കളയുന്നേ ഉള്ളൂ. പലപ്പോഴും IVF നടക്കുന്നത് 60% ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ IVF എല്ലാവർക്കും നടക്കണമല്ലോ, ആകത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് ചെയ്യാതെ വേറെ എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തേച്ച് പിന്നെ ആ ട്രാക്കിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പലപ്പോഴും ഞാൻ പറയും IVF ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഓക്കെ ചെയ്തോ, പക്ഷേ ആദ്യത്തെ ഈ ട്രാക്കൊക്കെ നോക്കണം, ഇതിനകത്ത് ഇന്ന വേരിയേഷൻ ഉണ്ട്, ഇത് ശരിയാക്കുക, എന്നിട്ട് അത് ചെയ്തു, കാര്യം നടക്കും എന്ന് നമ്മളത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില സ്ത്രീകൾ ഈ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്സ് ചെയ്യുമ്പോൾ ഈ വെജൈനൽ ഫാട്ട് സംഭവിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ശരിക്കും വെജൈനൽ ഏരിയയിൽ എയർ കുടുങ്ങി കടന്നേച്ച് അത് പുറത്തേക്ക് വരുമ്പോൾ ഒരു സൗണ്ടോടുകൂടി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ സൗണ്ട് കാണും, ചിലപ്പോൾ സൗണ്ട് കാണത്തില്ലെന്നേ ഉള്ളൂ. അത് ഒരിക്കലും അതൊരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെയൊന്നുമല്ല, അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിന് സമയത്തായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആയിരിക്കും. കാരണം എപ്പോഴും ആ ഏരിയയിലെ ഒരു എന്താ പറയുക എയർ കുടുങ്ങി കടന്നേച്ച് പുറത്ത് പോകുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതൊരിക്കലും എന്താ പറയുക സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അതിനെക്കുറിച്ച് നോളജ് ഇല്ലെങ്കിൽ ചിലപ്പം അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്, ആശയമാണ്. അപ്പം ഇത് വളരെ കോമൺ ആണ് എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു കാര്യമാണ്, അല്ലാതെ അതിനകത്ത്
വലിയ സയൻസും ഇല്ല, വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു എയർ കുടുങ്ങി കിടക്കുന്നു, പുറത്തേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. സ്ത്രീകൾ നിർബന്ധമായും അവരുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ കഴിച്ചിരിക്കേണ്ട 5 ഫുഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അയൺ, ഇരുമ്പ് സത്താണ്. അയൺ ഏറ്റവും കൂടുതലുള്ളത് മുരിങ്ങയിലക്കകത്ത് നല്ല അളവിലുണ്ട്. അതേപോലെ തന്നെ ബീഫിൻ്റെ കരള്, മട്ടൻ്റെ കരള്, ഇങ്ങനത്തെ റെഡ് മീറ്റ്സിലൊക്കെയാണ് അയൺ ഉള്ളത്. ബാക്കി എല്ലാ ചീരക്കകത്തും എള്ളിനകത്തും എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷേ ആ അളവ് വളരെ കുറവാണ്. നല്ല അളവിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ രീതി ചെയ്യണമെന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിറ്റമിൻ ഡി ആണ്. ഈ വിറ്റമിൻ ഡി പക്ഷേ ഭക്ഷണത്തിൽ അധികം ഇല്ല, അളവ് വളരെ കുറവാണ്. എന്നാലും നോൺ വെജ് ഐറ്റംസിലും അതേപോലെ മുട്ട, പാല്, ഇതിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വിറ്റമിൻ ഡി ഉള്ളത്. പക്ഷെ ആ അളവ് വെച്ചുകൊണ്ട് ഒരു ദിവസത്തെ കണക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒരു 11 മണി തൊട്ട് 3 മണി വരെയുള്ള ഒരു സൺലൈറ്റ് ആണ് ഇതിന് പറ്റുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അസിഡിറ്റിയോ ഫാറ്റി ലിവറോ തൈറോയ്ഡ് പ്രശ്നമോ ഉള്ളെങ്കിൽ സ്കിൻ കണ്ടീഷൻ പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ളവർ വെയിലത്ത് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലാതെ നോർമൽ ആൾക്കാർക്ക് ഇത് ഓക്കെയാണ്. അപ്പം അയനും വിറ്റമിൻ ഡി ആണ് സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഉള്ളത് B12. ഈ കാലുകഴപ്പുണ്ടാകുക, അതേപോലെ തന്നെ തരിപ്പ് മരപ്പുണ്ടാകുക, മറവി ഉണ്ടാകുക, ഇറിറ്റബിലിറ്റി ഉണ്ടാകുക, ഇതാണ് ശരിക്കും പറഞ്ഞാൽ B12 ഡെഫിഷ്യൻസി, ക്ഷീണം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം B12 ഏറ്റവും കൂടുതലുള്ളത് നോൺ വെജിലാണ്. അപ്പോൾ നമ്മൾ ഫുഡിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പച്ചക്കറിയും ഇലക്കറികളെല്ലാം കഴിക്കുന്ന പോലെ തന്നെ എടുക്കണം. ചില ആൾക്കാർ വെജിറ്റേറിയൻസ് കാണും, പല നോൺ വെജ് കഴിക്കാൻ പറ്റാത്തവരായിരിക്കും. അവർ ജസ്റ്റ് B12 സപ്ലിമെൻറ്റോ അല്ലെങ്കിൽ മെഡിസിൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ടോ IV ആയിട്ടോ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ മാത്രമേ അവർക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് മാത്രം വെച്ചുകൊണ്ട് B12 നമുക്ക് അധികം കിട്ടത്തില്ല. പിന്നെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷകം എന്ന് പറയുന്നത് കാൽസ്യമാണ്. കാൽസ്യം ഏറ്റവും കൂടുതലുള്ളത് പാലിനകത്തുണ്ട്, പാലും തൈരൊക്കെ ഉണ്ട്, മുട്ടയുടെ വെള്ളയ്ക്കകത്ത് നല്ല അളവിലുണ്ട്, റാഗിക്കകത്തുണ്ട്. ഈ ചെറിയ ചെറിയ മീനുകൾ മുള്ളോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അളവിൽ കാൽസ്യം കിട്ടും. ഇങ്ങനത്തെ ഫുഡിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് വെറുതെ റെഡ് മീറ്റ് കഴിച്ചാൽ അധികം കിട്ടത്തൊന്നുമില്ല. അതേപോലെ നല്ല അളവിൽ ഈ മുരിങ്ങയിലയിൽ നല്ല അളവിലുണ്ട്. അപ്പം ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഒരു സ്ത്രീക്ക് ഏറ്റവും ആവശ്യം അയൺ, വിറ്റമിൻ ഡി, കാൽസ്യം, B12, ഇത് ഇത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സപ്ലിമെൻ്റ് ആയിട്ട് നല്ലത് omega-3 ആണ്. അത് ഫിഷിലാണ് മെയിനായിട്ടും ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡുകൾ ഉൾപ്പെടുത്തി എടുക്കുവാണെങ്കിൽ അവർക്ക് നല്ലൊരു ഡെഫിഷ്യൻസി ഒന്നുമില്ലാതെ ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും സമയം സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ച് ഡോക്ടർ ഒരുപാട് സംസാരിച്ചു. നമ്മൾ സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ റിലേഷൻഷിപ്പിലേക്കൊക്കെ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എനിക്കത് ഒരുപാട് ഇൻഫോർമേറ്റീവായി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറേ കോൺസെപ്റ്റ്സ് മിസ്കോൺസെപ്റ്റ്സ് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇതൊക്കെ ശരിയാന്നല്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സെഷൻസ്, ഇൻ്റർവ്യൂസ് ഇരിക്കണം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.